ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരികെ എത്തി. സന്ദർശന വേളയിൽ ക്വാഡ് നേതൃതല ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉച്ചകോടിയെയും അഭിസംബോധന ചെയ്തു. ക്വാഡ് അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി ശ്രീ മോദി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തി. ന്യൂയോർക്കിലെ ഇന്ത്യൻ സമൂഹവുമായും US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെക്നോളജി കമ്പനികളുടെ CEOമാരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ 41ാം പതിപ്പ് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. വിശാലമായ സമുദ്ര അതിർത്തിയുള്ള രാജ്യത്തിന്റെ മുൻനിര കാവൽക്കാരാണ് ഇന്ത്യൻ തീരസംരക്ഷണ സേനയെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. തീവ്രവാദം, ആയുധക്കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം, മനുഷ്യക്കടത്ത് തുടങ്ങിയവ തടയുന്നതിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് തീരസംരക്ഷണ സേന കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം വികസിക്കുന്ന ഭൗമരാഷ്ട്രീയ പ്രദേശങ്ങളുടെയും സമുദ്ര സുരക്ഷാ വെല്ലുവിളികളുടെയും പശ്ചാത്തലത്തിൽ തന്ത്രപരവും ഭരണപരവുമായ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. ജമ്മുകശ്മീരിൽ നാളെ നടക്കാനിരിക്കുന്ന 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 6 ജില്ലകളിലെ 26 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. 239 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 25.78 ലക്ഷം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 3502 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വെബ്കാസ്റ്റിംഗ് സംവിധാനവും കർശന സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തെയും 3ാമത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 1 നടക്കും. അടുത്ത മാസം 8 വോട്ടെണ്ണൽ. ത്രിപുരയിൽ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര, ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് എന്നീ തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിച്ച 500-ലധികം പേർ കീഴടങ്ങി. ആയുധങ്ങളും വെടിക്കോപ്പുകളും സംഘം കൈമാറി. ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ, ചീഫ് സെക്രട്ടറി, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിലാണ് ഇവർ അക്രമബാധ ഉപേക്ഷിച്ച് കീഴടങ്ങിയത്. ഇന്ത്യ ഒമാൻ സംയുക്ത സൈനികാഭ്യാസം ഒമാനിലെ റബ്കൂട്ട് ട്രെയിനിംഗ് ഏരിയയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 13 ആരംഭിച്ച സംയുക്ത സൈനികാഭ്യാസം മറ്റന്നാൾ സമാപിക്കും. 60 പേർ അടങ്ങുന്ന ഇന്ത്യൻ സംഘമാണ് ഒമാനിലെ സംയുക്ത സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. ആഗോള ഭക്ഷ്യ പാനീയ വ്യവസായ പ്രദർശന വിപണനമേള ഗൾഫ് ഫുഡ് ഗ്രീൻ ഇവന്റിന് ദുബായ് വേദിയാകും. വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ ഭക്ഷ്യ പാനീയ വ്യവസായ മേഖലയിലെ അന്താരാഷ്ട്ര കമ്പനികൾ പങ്കെടുക്കും. ഭക്ഷ്യമേഖലയിലെ സുസ്ഥിരമായ സമ്പ്രദായങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, പരിവർത്തന പ്രവണതകൾ എന്നിവ മേളയിൽ അവതരിപ്പിക്കും. ഇന്ത്യൻ പവലിയനിലെ പ്രദർശനത്തിൽ ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന നിര ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. കോഴിക്കോട് ദിവ്യാംഗ് ഫൗണ്ടേഷൻ സ്ഥാപകൻ പ്രജിത് ജയപാലിന്റെ നേതൃത്വത്തിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പരിപാടിയും സംഘടിപ്പിച്ചു. തുടർന്ന് ഏക് പേഡ് മാ കെ നാം പരിപാടിയോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ നടുകയും സ്വച്ഛതാ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ അറസ്റ്റിനുള്ള ശ്രമം തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച കേസിലാണ് നടപടി. സംസ്ഥാനത്ത് 16 പേരുടെ നിപ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 94 പേരുടെ ക്വാറന്റൈൻ നാളെ അവസാനിക്കും. രോഗബാധിത മേഖലയിൽ ഉൾപ്പെടുത്തിയ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം ജില്ലാ കളക്ടർ പിൻവലിച്ചു. അതേസമയം രോഗലക്ഷണങ്ങളുമായി ഒരാളെ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ മികച്ച പ്രകടനത്തിലൂടെ തിരുവനന്തപുരം കൊമ്പൻസ് FC പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ടീമിന്റെ മുഖ്യ പരിശീലകൻ സെർജിയോ അലക്സാന്ദ്രെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 2ാം സ്ഥാനത്താണ് തിരുവനന്തപുരം. ഫോഴ്സ കൊച്ചിയുമായാണ് കൊമ്പൻസിന്റെ അടുത്ത മത്സരം. 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ അവലോകന യോഗം പനാജിയിൽ നടന്നു. IFFI 55ാം പതിപ്പ് നവംബർ 20 മുതൽ 28 വരെ ഗോവയിൽ നടക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജാജു, ഗോവ ചീഫ് സെക്രട്ടറി പുനീത് ഗോയൽ, IFFI ഡയറക്ടർ ശേഖർ കപൂർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തുമായും ശ്രീ സഞ്ജയ് ജാജു ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.